ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം പ്രത്യാശയോടും ധൈര്യത്തോടും. ഇന്ന് പകൽക്കാലം വീണ്ടും നമുക്കായിരിക്കും പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചിരിക്കുമ്പോൾ ആ നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 91:4 ഇങ്ങനെ വായിക്കുന്നു: തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസത നിനക്ക് പരിചയം പലകയുമാകുന്നു. നമ്മുടെ സർവശക്തനായ ദൈവം, ആ ദൈവത്തെ കുറിച്ച് പറയാണ്, എന്റെ തൂവലുകൾ കൊണ്ട്, അതായത് തന്റെ തൂവലുകൾ കൊണ്ട് ഒരു പക്ഷി അല്ലെങ്കിൽ സ്വതന്ത്രം അല്ലെങ്കിൽ ഒരു കോഴി തന്റെ ചിറക് വിരിച്ച് ശത്രു ആക്രമിക്കാൻ വരുമ്പോൾ അതിന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, സർവശക്തനായ ദൈവത്തിന്റെ വിസ്താരമേറിയ ആ ചിറകടിയ ആ കരമൊന്ന് നിവർത്തി അതിന്റെ ഉള്ളിൽ നമ്മെ മറയ്ക്കും. തൂവലുകൾ വളരെ സോഫ്റ്റായിട്ട്, പലതും ഈ സാഹചര്യങ്ങൾ ഹാർഡായി തോന്നുമ്പോൾ ആ ഹാർഡ്നെസ്സിനിടയില് മന്ദസ്വരമായി ദൈവശബ്ദം നമ്മെ കേൾപ്പിച്ച് മറയ്ക്കുന്നൊരു ദൈവം. ചിറകിൻ കീഴിൽ അല്ലെങ്കിൽ ശരണം പ്രാപിക്കും. സ്വരം മറ്റൊന്നിലും ശരണം പ്രാപിച്ചാൽ അത് ശാശ്വതമാകുകയില്ല. എന്നാൽ തന്റെ തൂവല് ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. തന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. ഇങ്ങനെ ചിറക് വിരിച്ചു തരുന്ന സ്വതന്ത്രമല്ല ഒരു കോഴി അല്ലെങ്കിൽ ഒരു പക്ഷി, അതിനേക്കാൾ വലിയൊരു ജന്തു വലിയൊരു ശത്രു അതിനെ ആക്രമിക്കാൻ വരുമ്പോഴും സ്വതന്ത്രം ആ ചിറക് മാറ്റി പറന്നു പോകുന്ന ഒരു വള്ളക്കോഴി അല്ല, തള്ളക്കിളി അല്ല. അതുപോലെ നമുക്ക് നേരെ ഏതൊക്കെ പ്രതികൂലം വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ചിറക് വിരിച്ചവൻ, ആശ്രയം തന്നവൻ, ശരണം പ്രാപിക്കുവാൻ നമുക്ക് വേണ്ടി ആ കൈകൾ വിരിച്ചു തന്നവൻ, അവൻ നമ്മെ കൈവിടുകയില്ല. ഇന്ന് പകൽക്കാലം ആ വലിയ ദൈവത്തിൽ ആശ്രയിക്കട്ടെ, പ്രത്യാശയുള്ളവരായിരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.